ഇന്ന് നടന്ന ചെർപ്പളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ചെർപ്പളശ്ശേരി നഗരസഭ ചരിത്രത്തിൽ, കൗൺസിൽ യോഗത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പോലീസ് കൗൺസിൽ ഹാളിൽ കയറി ആ കൗൺസിൽ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഇത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജനങ്ങൾ വിജയിപ്പിച്ച് ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് ഭരണസമിതിയായി രൂപീകരിച്ച സംഭവമാണ്. ഇതിനെ ജനങ്ങളെ കളിയാക്കുന്ന രീതിയിലല്ല ഇന്ന് നടന്ന സംഭവങ്ങളല്ല. ഇന്ന് കൗൺസിൽ യോഗത്തിൽ നടന്ന ചില സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. അങ്ങനെ കൗൺസിൽ യോഗത്തിൽ നടക്കാൻ പാടില്ലായിരുന്നു. പതിവിന് വിപരീതമായി നമ്മളോടൊന്നും ആലോചിക്കാതെ ചില പ്രമേയങ്ങൾ കൗൺസിൽ വരികയുണ്ടായി. പ്രമേയം വരുമ്പോൾ ആ പ്രമേയത്തെക്കുറിച്ച് ചർച്ചയുണ്ടാവും. ആ ചർച്ചയിൽ ഇടപെട്ട് ഞങ്ങളുടെ കൗൺസിലർമാർ സംസാരിച്ചു. ആ സംസാരിച്ചതിൽ രണ്ടാമത്തെ പ്രമേയം, ആദ്യത്തെ പ്രമേയം ഞങ്ങൾ തന്നെ ആദ്യം പൈലറ്റ് ചെയ്തു. തെരുവ് നായ ശല്യത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ ഒരു പരിഹാസ രൂപേണയാണ് വൈസ് ചെയർമാൻ അതിനോട് പ്രതികരിച്ചത്. സംസ്ഥാന ഗവൺമെൻറ് അല്ലേ നോക്കാനേ, അവരല്ലേ ചെയ്യാൻ. നമ്മുടെ നഗരസഭയുടെ മുകളിൽ സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് അതിൽ ഉത്തരവാദിത്തമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് നിർവഹിക്കണമെന്നാവശ്യപ്പെടാൻ ചെർപ്പളശ്ശേരി നഗരസഭയ്ക്ക് അധികാരമുണ്ട്. ഞങ്ങളതിനെതിരല്ല. ഞങ്ങൾ കൂടെ ഒപ്പം നിന്ന് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. രണ്ടാമത്തെ പ്രമേയം എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. ആ സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 മാസം വൈകിയിട്ടുണ്ട്. അത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഉടനടി കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന പ്രമേയമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല, അതിലൊരു വാചകം നിങ്ങളെ വായിച്ച വിഷയം നിങ്ങൾക്കുണ്ടെങ്കിൽ കിട്ടും. നിർത്തി എന്നാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ കേരളത്തിൽ ഇനി കൊടുക്കേണ്ടതില്ല എന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ? അത് ഞങ്ങളെ ചോദ്യം. ഒരിടത്തും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ 2 മാസം വൈകിയതാണ് പ്രശ്നമെങ്കിൽ 4 മാസം വൈകിയിട്ടുണ്ടല്ലോ LDF ഭരിക്കുമ്പോൾ. പിന്നെ ഓരോ മാസത്തിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഉണ്ടായത് ക്ഷേമ പെൻഷൻ. ഒരു പ്രമേയവും ചെർപ്പളശ്ശേരി നഗരസഭയിൽ വന്നിട്ടില്ല അക്കാലത്ത്. അപ്പോൾ ഇത് ഒരു തരം കൗൺസിലിനെ തന്നെ അപഹാസ്യമാക്കുന്ന ഒരു പ്രമേയമായി പോയി എന്നാണ് സുബീഷ് കൗൺസിലർ അതിലിടപെട്ട് സംസാരിച്ചത്. ഞങ്ങൾക്കൊന്നും അവസരം തരാതെ വൈസ് ചെയർമാൻ അതിന് മറുപടി പറയാണ്. മറുപടി പറയുമ്പോൾ ഇന്നലെ ഒരു പ്രഖ്യാപനം നടന്നു. നാണോ മാനോ ഇല്ലാത്ത പ്രിയദർശിനി യാത്രയെക്കുറിച്ച് നാണോ മാനോ ഇല്ലാത്ത പദ്ധതി എന്നുള്ള രീതിയിൽ അതിനെയും പരിഹസിച്ചും അപഹസിച്ചും പറഞ്ഞു. നാണം ഉണ്ടോ എന്നാ ചോദിച്ചത്. നാണം ഉണ്ടോന്ന് ആർക്ക്? ഞങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റിനോ നാണുണ്ടോന്നാ ചോദിച്ചത്? അതോ KSRTCക്ക് നാണുണ്ടോന്നാ ചോദിച്ച്? അതോ KSRTCയിൽ ഈ ആനുകൂല്യം 800 കോടി രൂപയുടെ വർഷത്തിൽ 800 കോടി രൂപയുടെ ആനുകൂല്യം പറ്റുന്ന പാവപ്പെട്ട വനിതകൾ അവർക്ക് നാണുണ്ടോന്നാ ചോദിച്ചത് എന്നാണ് സുബീഷ് കൗൺസിലർ ചോദിച്ചത്. അതിന് ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്ക് കൗൺസിലർമാരൊക്കെ കുരച്ച് വരികയാണ് എന്ന് പറഞ്ഞു. അത് ഒരു കൗൺസിലർമാരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതായിപ്പോയി. പിന്നെ എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഡയസിൽ ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ചുമതല ഞങ്ങൾക്ക് മാത്രമല്ല, ഡയസിന് ഏറെ ഉത്തരവാദിത്തമുണ്ട്. ഒരു വൈസ് ചെയർമാനും ചെയർപേഴ്സണും ഒരു നഗരസഭാ കൗൺസിൽ വൃത്തിയായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള അവരെ കഴിവുകേടാണ് ഇന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾക്ക്. കാരണം ഇവർ മറുപടി പറയുന്നത് ഏകപക്ഷീയമായിട്ടാണ്. ചെയർപേഴ്സൺ പറഞ്ഞാൽ കേൾക്കണമല്ലോ, അവർ നീട്ടാലിരിക്കണം. ശരിയാ, അത് ചെയർപേഴ്സൺ ആ നിലയിലായിരിക്കണം നിൽക്കേണ്ടത്, ആ നിലയിലായിരിക്കണം പറയേണ്ടത്. അങ്ങനെ അല്ല, അങ്ങനെ എങ്ങനെ അംഗീകരിക്കുക? ചെയർപേഴ്സണും അല്ല, അത് വൈകാരികമായ ഇപ്പൊ അവരെ LDF-ലെ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, LDF-ലെ വൈസ് ചെയർമാന്റെ മാതിരിയാണോ എല്ലാവരും ബോഡി ലാംഗ്വേജും എല്ലാവരുടെയും സംസാരം? അല്ലല്ലോ. അവിടെ മര്യാദക്ക് നടത്തി പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ LDF-ൽ ഉണ്ടാവില്ലേ? അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവും. അതെല്ലാം സമന്വയിപ്പിച്ച് ഡയസിൽ നിന്ന് ഒരു സ്വഭാവം ഉണ്ടാകാവും. അവിടെ അവർക്ക് ഭരണപക്ഷമില്ല, പ്രതിപക്ഷമില്ല. ഒരു മൈതാനത്ത് പ്രസംഗിക്കാം. ചെർപ്പളശ്ശേരി അങ്ങാടിയിൽ മൈക്ക കെട്ടിയിട്ട് വൈസ് ചെയർമാൻ ഇഷ്ടം പോലെ പറയാം. ഞങ്ങൾക്ക് ഒരാക്ഷേപമില്ല. ഞങ്ങളൊക്കെ ഏത് തരത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. കൗൺസിൽ അത് ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിൽ ഒരു ഡയസിൽ നിന്ന് വരേണ്ട പ്രയോഗങ്ങൾ അല്ലാതെ വരുമ്പോൾ
ചില കൗൺസിലർമാരൊക്കെ അതിനെതിരെ പ്രതികരിച്ചു എന്ന് വരും. അത് സ്വാഭാവികമാണ്. അത് എനിക്ക് മാത്രം തടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാനത് മര്യാദക്ക് നടന്നുകൊണ്ട് പോകണം എന്ന് വെച്ച് ബഹളമായി കഴിഞ്ഞ് പോലീസും കൂടി വന്ന് ഇടപെട്ട് നിയന്ത്രണാതീതമായപ്പോൾ ഞാൻ അതിൽ ഇടപെട്ട് ഞാൻ വെച്ച നിർദ്ദേശം എന്താ? വൈസ് ചെയർമാനെതിരെയാണ് ആദ്യം ആക്ഷേപം ഉണ്ടായത് അല്ലേ? നിങ്ങൾ കണ്ടതാണല്ലോ. വൈസ് ചെയർമാന്റെ പ്രയോഗത്തിനെതിരെ ആക്ഷേപം ഉണ്ടായത്. ഞങ്ങൾക്കെതിരെ ഒരു ആക്ഷേപം അതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ നിലയിൽ വൈസ് ചെയർമാൻ സംസാരിക്കുന്നതിനിടയിൽ വൈകാരികമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞ കഴിഞ്ഞു പണി. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ 14 മെമ്പർമാരെക്ക് വേണ്ടിയിട്ട് ഞാൻ സോറി പറയും. എന്നാലും ഈ ചെർപ്പശ്ശേരി നഗരസഭയുടെ ഭരണപരമായ കാര്യങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര പോലും ഭരിക്കുന്ന ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നല്ലേ ഇന്നത്തെ സംഭവം തെളിയിക്കുന്നത്? ഞാൻ ആ മധ്യസ്ഥ ശ്രമം അതിനിടയിൽ നടത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോട് ചോദിക്ക്. ഏതെങ്കിലും തരത്തിൽ ഇത് അവസാനിപ്പിച്ച് നമുക്ക് കൗൺസിൽ മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പൊ അതിനൊന്നും അവർ തയ്യാറാവാതെ ഈഗോ വെച്ച് അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, കൗൺസിൽ തുടർന്ന് കൊണ്ടുപോകണം, ഈ പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള നിലപാടെടുത്താൽ അത് കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തിയെന്ന് ആര് പറഞ്ഞു? നിർത്തിയെന്നവർ പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതാ നിങ്ങളെ വിഷലെടുക്ക്. അതെ, പറഞ്ഞിട്ടില്ല എന്ന് അവര് പറയണല്ല. അല്ല, വൺ ന്യൂസ് ഞാൻ പറയട്ടെ, നിങ്ങൾ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട പ്രമേയം വാങ്ങ്. അല്ലെങ്കിൽ നിങ്ങളത് വായിച്ചപ്പോ നിങ്ങൾ വിഷലെടുത്തിട്ടുണ്ടല്ലോ, ആ വിഷൽ പരിശോധിച്ചിട്ട് എന്നോട് പറ. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തി എന്നാ പറയണത്. ആര് പറഞ്ഞു? അത് പറയാനുള്ള യോഗ്യത ആർക്കാ? കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് അവിടെ വല്ല കടലാസും വന്നിട്ടുണ്ടോ? ചോദിച്ചല്ലോ, സുവീഷ് മെമ്പർ ചോദിച്ചല്ലോ. ഇവിടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തി അതിന്റെ നടപടിക്രമങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കടലാസും സംസ്ഥാന ഗവൺമെന്റിന്നോ LSGDന്നോ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് സെക്രട്ടറിയോട് ചോദിച്ചപ്പോ മറുപടി പറയാൻ അവർ ആദ്യം സമ്മതിച്ചില്ല. ഞങ്ങൾ നിർബന്ധിച്ച് മറുപടി പറയിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു അങ്ങനെ ഒരു വിവരവും ഇവിടെ ലഭിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇവർക്ക് എവിടുന്ന് കിട്ടിയ വിവരം? അതിനവർ മറുപടി പറയാൻ ബാധ്യസ്ഥരല്ലേ? അപ്പോ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുക, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് കൗൺസിലില് കാര്യങ്ങൾ കേട്ട് ഞങ്ങളൊക്കെ മിണ്ടാണ്ടിരിക്കണം എന്നാ തീരുമാനിച്ചെങ്കിലേ അത് നടപ്പുള്ള കാര്യമല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ അവർ പ്രധാനമായിട്ടും ആരോപിക്കുന്ന ഒന്ന് സുബീഷിനെ, ഒന്ന് നിഷാദ് കൗൺസിലർ, 2 കൗൺസിലർമാരെയാണ്. നിങ്ങൾ ഒരു കൗൺസിൽ യോഗത്തിലും ചെയർപേഴ്സൺ പറയുന്ന ഒരു കാര്യം അനുസരിക്കാത്ത 2 വ്യക്തികളെന്നാണ് അവർ ഏറ്റവും എടുത്തെടുത്ത് പറയുന്നത്. ഇരിക്കാൻ പറഞ്ഞാൽ പോലും അതിനുള്ള ഒരു മര്യാദ പോലും കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ കൗൺസിലിൽ ഉന്നയിക്കുന്നത് ചെർപ്പശ്ശേരിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്, ജനങ്ങളുടെ ആവശ്യങ്ങളാണ്. അതിനോട് മുഖം തിരിച്ചു നിന്നാൽ കൗൺസിലിനെതിരെ അല്ലെങ്കിൽ ഡയസിനെതിരെ സമരത്തിൽ തന്നെയാണ് ഞങ്ങൾ. അതിൽ തർക്കമൊന്നുമില്ല. ഞങ്ങൾ അവിടെ ഈ ചെർപ്പശ്ശേരി സമൂഹത്തെ ബാധിക്കാത്ത ഒരു വിഷയം ഇന്നുവരെ ഉന്നയിച്ചിട്ടില്ല. ഇന്നുണ്ടായ വിഷയം, ഇന്ന് പ്രമേയം, ഇന്ന് അജണ്ട കിട്ടുന്നത് വരെ ഞങ്ങൾ കാത്തിരുന്നു. അജണ്ട അടിച്ചു വന്നപ്പോഴും അതിൽ തെരുവ് നായയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില്ല. ഞങ്ങളിവിടെ നിരവധി തവണ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ കൗൺസിൽ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങളത് ഉന്നയിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അജണ്ട അടിച്ചവർ പ്രമേയമായി അത് കൊണ്ടുവന്നു. ഞങ്ങളതിനെ സർവാത്മന അതിനെ പിന്തുണച്ച ആളുകളാണ് ഞങ്ങൾ. അത് മുന്നോട്ട് പോയി. അത് മുന്നോട്ട് കൊണ്ട് അതിനെതിരെയുള്ള ചർച്ച, ആ പ്രമേയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിയദർശിനി യാത്രയെക്കുറിച്ച് പറഞ്ഞു. നാണമുണ്ടോ? വൈസ് ചെയർമാൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഇഷ്യൂ പരിശോധിച്ചാൽ മനസ്സിലാവും. നാണമുണ്ടോ? ആ ചോദ്യത്തിൽ ആർക്ക് നാണമുണ്ടോ എന്നാണ് വ്യക്തമാക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്ന് KSRTCക്ക് ഉണ്ടോ എന്നാണ്, അതോ കേരളത്തിലെ സ്ത്രീകൾക്കുണ്ടോ എന്നാണോ എന്ന് വ്യക്തമാക്കണ്ടേ? അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചു. അത് തുടർന്ന് കൗൺസിൽ യോഗം നീണ്ടുപോയി. എനിക്ക് വേണ്ട സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു. കയ്യാങ്കളിക്ക് എത്തിയ സാഹചര്യത്തെക്കുറിച്ച് പറയണല്ലോ. ഞങ്ങളാരും ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി അവിടെ ചർച്ച നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും കൗൺസിലുമായി സഹകരിച്ചു. ഒരു സർക്കാരിനെയും ഒരു വലിയൊരു പദ്ധതിയെയും കേരളം ഏറ്റെടുത്ത സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഉണ്ടായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോയി. കൗൺസിലുമായി സഹകരിച്ച് മുന്നോട്ട് പോയി. വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് കൗൺസിലർമാർ കുരച്ച് എന്താണ് വൈസ് ചെയർമാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബഹളം വയ്ക്കുന്നതൊക്കെ ബഹളം ഉണ്ടെങ്കിൽ ബഹളം ഉണ്ടെന്ന് പറയാനുള്ള അധികാരം ബഹുമാനപ്പെട്ട വൈസ് ചെയർമാനുണ്ട്. അദ്ദേഹം പരിണിത പ്രജ്ഞനാണ്. അദ്ദേഹത്തെ അപ്പോൾ കുരച്ച് വരുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ട് ഞങ്ങളിരിക്കണോ? ഞങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളോട് ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? ഞങ്ങൾ ജനപ്രതിനിധികളെ അവമാനിക്കുന്നത് ഈ ചെർപ്പശ്ശേരി നഗരസഭയിലെ ജനങ്ങളെ അവമാനിക്കുന്നതിന് തുല്യമാണ്. അതിന് കുരച്ച് എന്ന് ചെർപ്പശ്ശേരിയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത വൈസ് ചെയർമാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ഖേദം പ്രകടിപ്പിച്ചതിന് മാത്രമാണ് ചെർപ്പശ്ശേരിയിൽ ഇനിയൊരു കൗൺസിൽ യോഗമായിട്ട് സഹകരിച്ചു പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മാഡം, ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് കയറി ഒരു കൗൺസിൽ യോഗം നിയന്ത്രിക്കാറുണ്ട്. താങ്കൾ ഒരു തവണ ഇവിടെ ചെയർപേഴ്സണായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. എന്താണ് ഈ ഇത്തരത്തിലുള്ള നാടകീയ
നാടകീയ രംഗങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ലേ ഒരു നാടക കയ്യാങ്കളിയിലേക്ക് ഇവർ എത്തി എന്ന് പറയുന്നത് എത്രത്തോളം എവിടേക്ക് എത്തി എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. കയ്യാങ്കളിയിലേക്ക് എത്തിയതിൽ വളരെയധികം ഖേദമുണ്ട്. കാരണം ഒരു നഗരസഭയുടെ അധ്യക്ഷയും ഉപാധ്യക്ഷനും മറ്റ് കൗൺസിലർമാരോട് രാഷ്ട്രീയപരമായി അല്ല പെരുമാറുണ്ട്. ഇത് ഞങ്ങൾ ആദ്യമായിട്ടല്ല സഹിക്കണേ. ഇതിനു മുന്നേയും പല പ്രാവശ്യവും ഓരോരുത്തർക്കും ഓരോ ലാംഗ്വേജ് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഇരിക്കുന്ന കസേരയെ ബഹുമാനിച്ചുകൊണ്ട് ആ സന്ദർഭത്തെ ഏത് യോഗത്തെയാണോ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ആ യോഗത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകളുണ്ട്. അതിനനുസരിച്ച് വേണമായിരുന്നു വൈസ് ചെയർമാൻ ഭാഷ പ്രയോഗിക്കേണ്ടത്. ചെയർപേഴ്സൺ ആയാലും ശരി, ഒരു പക്ഷേ ചില വാക്കുകളൊക്കെ തന്നെ കൗൺസിലർമാരോട് അങ്ങനെ പെട്ടെന്ന് നമ്മൾ വീട്ടിലൊന്നല്ലല്ലോ, ഒരു നഗരസഭയുടെ അധ്യക്ഷയല്ലേ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ സംസാരിക്കണമായിരുന്നു. ഇതിനു മുന്നേ എനിക്ക് ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ, ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തന്നെ ഒരു അനുഭവം ഉണ്ടായതാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു പ്രതിനിധി മാത്രമാണ് UDFന്റെ ഭാഗമായിട്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ടോൺ അങ്ങനെ ആയിരിക്കാം, പക്ഷെ അത് എന്നെ വളരെയധികം ഫീൽ ചെയ്യുന്ന ഒരു വാക്കുകളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് കുറച്ച് റേസ് ചെയ്ത് സംസാരിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗം എനിക്ക് ആ രീതിയിൽ സംസാരിക്കേണ്ടി വന്നത്. നമുക്ക് പറയാനുള്ള ഒരു അവസരം അദ്ദേഹം തരുന്നില്ല. ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ്. അപ്പം അതൊക്കെ നമുക്ക് പ്രതിഷേധാത്മകമാണ്. ഞങ്ങളെല്ലാം ജനപ്രതിനിധികളാണ്, ഓരോ ഭാഗത്തെ ആളുകളെ റെപ്രസെന്റ് ചെയ്ത് വന്നവരാണ്. ഓരോരുത്തരും ഇരിക്കുന്ന കസേരയെ ബഹുമാനിച്ചുകൊണ്ട് ഉള്ള ഭാഷ പ്രയോഗിക്കുന്നത് നമ്മുടെ കൗൺസിലിനും നമ്മുടെ ജനങ്ങൾക്കും അഭിമാനകരമായിരിക്കും. ഒറ്റ കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. കൗൺസിൽ യോഗം നിർത്തിവെച്ചിരിക്കുകയാണ്. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഖേദം പ്രകടിപ്പിച്ച ശേഷമേ ഇനി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുള്ളൂ, അങ്ങനെയുണ്ടോ? അതിന് സാധ്യതയുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞുകൊടുത്ത് ഇപ്പോഴും സമയം വൈകിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വെച്ചൊരു ഉപാധിയാണ്, അല്ലെങ്കിൽ സഭ നിർത്തിവെക്കുക. നമുക്ക് കൗൺസിൽ നിർത്തിവെച്ചത് പുറത്ത് സംസാരിച്ചൊരു രൂപമായിട്ട് വേണം ഇതൊക്കെ യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ് എന്നുള്ളതിലേക്ക് അവരെത്തുന്നില്ല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാമമാത്രമാണ്. അതൊരു അക്കത്തിന്റെ മാത്രം കാര്യമാണ് നഗരസഭയിലൊക്കെ. അത് ആളുകൾ കൂടി ആലോചിച്ച് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയിട്ട് മുന്നോട്ട് പോകുന്ന രീതി ഉണ്ടായാൽ മാത്രമേ ഉച്ചക്കും കൗൺസിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ എന്ന് ഞാൻ അവരെ അറിയിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ച നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിലൊരു കാര്യം കൂടി പറയട്ടെ. ചെയർപേഴ്സൺ നമ്മളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, ചില കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നിഷാദ് കൗൺസിലർ പള്ളി ചെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള വാക്കുകളൊക്കെ ചെയർപേഴ്സണോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ശരിക്കും അത്തരത്തിലുള്ള വാക്കുകളും പറയാൻ പാടുന്നു? അല്ല, ഞാനത് കൗൺസിലിൽ കേട്ടിട്ടില്ല. ഇത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നിങ്ങളെ വിഷയം ഉണ്ടാവുമല്ലോ, ആ വിഷയത്തിൽ അങ്ങനെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി ഞാൻ തരാം. നിങ്ങളെ വിഷയിൽ പുള്ളെടുത്താണ്. ആ വിഷയത്തിൽ എവിടെയെങ്കിലും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചതിൻ്റെ മറുപടി ഞാൻ തരാം. പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ചെയർപേഴ്സൺ പറഞ്ഞ വീട്ടിൽ പോടോ അല്ലെങ്കിൽ പുറത്തു പോടോ എന്നുപയോഗിക്കുമ്പോൾ ചെയർപേഴ്സൺ അതിൻ്റെതായ മാന്യത പുലർത്തുന്നില്ല എന്നുള്ള ശരിയാണ്. മാത്രമല്ല, ചെയർപേഴ്സൺ പറയുന്നതൊക്കെ കയ്യും കെട്ടി ഏറാമൂലിയായി നിൽക്കാൻ കൗൺസിലർമാരെ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. മറുപടി പറഞ്ഞിരിക്കും, അതിൽ തർക്കമൊന്നുമില്ല, മറുപടി പറഞ്ഞിരിക്കും. പക്ഷേ ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചാകും ചെയർപേഴ്സൺ തിരിച്ചു പോയത്. ചെയർപേഴ്സൺ ഇരിക്കുന്ന സ്ഥാനം ചെയർപേഴ്സൺ മറന്നുകൊണ്ട് സംസാരിച്ച ഒരു പക്ക പാർട്ടിക്കാരത്തിയായി സംസാരിച്ചാൽ അതേ രൂപത്തിൽ ചിലപ്പോൾ തിരിച്ചു പറയേണ്ടി വരും. ഇന്നിപ്പോൾ ഈ പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ചെയർപേഴ്സൺ പലതവണ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറയാൻ ഒരു മാന്യതയിൽ പറയേണ്ട ആളാണ് ചെയർപേഴ്സന്. മാന്യത വിട്ടുള്ള സംസാരം പലപ്പോഴും ചെയർപേഴ്സൻ്റെ ഭാഗത്ത് ഇന്ന് മാത്രമല്ല പലപ്പോഴും വന്നിട്ടുണ്ട്. അങ്ങനെ ചെയർപേഴ്സൺ പറയുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ ക്ഷമിക്കാൻ പറ്റിയെന്നുള്ളതല്ല, തിരിച്ച് പറയേണ്ടി വരും. ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിലും പറയേണ്ടി വരും. ഒരു മുതിർന്ന കൗൺസിലർ കൂടിയാണ്. എന്താണ് ഇന്ന് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് പറയാൻ? ഇന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഇത് ഭരണസമിതിയല്ലേ, എല്ലാ വിഷയത്തിനും ഭരണസമിതി എന്ന് പറഞ്ഞാൽ അതിൽ പ്രതിപക്ഷം ഇതല്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ ഇന്ന് വൈസ് ചെയർമാൻ ഇത് വെറുതെ ആവശ്യമില്ലാതെ തോണ്ടിക്കുറി ചെയ്തതാണ്. ആവശ്യമില്ലാത്തൊരു പ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴല്ല, പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഡെസ്കിലിരിക്കുന്നവർക്കാണ് ഈ ഭരണസമിതി നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും കൗൺസിലർ പറഞ്ഞാൽ അതിനനുസരിച്ച് മറുപടിയല്ലേ കൊടുക്കുള്ളൂ. ഇത് നാണോ മാനോ ഇല്ലാത്ത ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തുടങ്ങുന്നത് ഈ ഒരു മാസ പെൻഷൻ്റെ വിഷയത്തിൽ അവിടെ നല്ല തുടക്കം. പിന്നെ ആവശ്യമില്ലാത്തത് തുടക്കരുത്. ഇപ്പോഴല്ല, ഇവിടെ ഇസാഖ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴല്ല, പലപ്പോഴുള്ള സംസാര രീതി എല്ലാവരെയും വേദനിപ്പിക്കണം. എന്നാൽ പലപ്പോഴും പറയും നമ്മൾ ഭരണസമിതിയാണ് എല്ലാം ഒന്നാണെന്ന്. അതന്നെ ഇതിൽ പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഈ ചെയർപേഴ്സൺ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ അവിടെ സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞ് നല്ല സ്റ്റാൻഡേർഡ് കൂടെ ആ ഡെസ്കിലുള്ളവർ നല്ല രീതിയിൽ സംസാരിക്കണം, ഇത് തുടക്കം കുറിക്കരുതേ എന്നല്ലേ പറഞ്ഞു. എന്നിട്ട് അവരെ മേലേക്ക് എന്തെല്ലാം പറഞ്ഞു. അപ്പോൾ അത് ആവർത്തിച്ചാൽ ഈ പറഞ്ഞ മാതിരി തന്നെ നല്ല രീതിയിൽ ഭരണസമിതി മുന്നോട്ട് പോകില്ല. ക്ഷമാപണം നടത്തിയ ശേഷം മാത്രമേ, വീണ്ടും ഞാൻ ചോദിക്കാം, ക്ഷമാപണം നടത്തിയ ശേഷം മാത്രമേ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കൂ? അതെ, നമ്മൾ അത് പറഞ്ഞിട്ടാണല്ലോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് നിലപാട് സ്വീകരിക്കും.
രാവിലെ നടക്കേണ്ടിയിരുന്ന കൗൺസിൽ യോഗം താൽക്കാലികമായിട്ടുള്ള കയ്യാങ്കളിയും വാക്പോരിലും നിർത്തിവെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ചെയർപേഴ്സൺ നമ്മോട് പറഞ്ഞത് കൗൺസിൽ യോഗം നടക്കുമെന്നാണ്. എന്നാൽ പ്രതിപക്ഷം പറയുന്നത് ക്ഷമാപണം, അതായത് വൈസ് ചെയർമാൻ ക്ഷമാപണം നടത്തിയ ശേഷം മാത്രമേ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കൂ എന്ന് കൂടി നമ്മോട് കൂടി പറയുകയാണ്. ക്യാമറ പേഴ്സൺ ബാദ്ഷാ നെല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ്, ന്യൂസ്. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA Sons Gold and Diamonds, ചെർപ്പളശ്ശേരി.